എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ മിസ്റ്റർ പെപ്പ് ഗാർഡിയോള. ലിവർപൂളിനോട്ടും തോറ്റു, റയലിനോട്ട് അത്യാവശ്യം ഗോളൊക്കെ വാങ്ങിയിട്ട് വരുന്ന വരവാണ്. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ലിവർപൂളിനോട്ടും തോറ്റു. 2-0 തോൽവി വീണ്ടും ഏറ്റുവാങ്ങി. പെപ്പിൻ്റെ ടീമിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. എർലിംഗ് ഹാലൻഡ് ഇല്ലാതെ ഇറങ്ങിയ മത്സരത്തിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് സല അഴിഞ്ഞാടിയ മത്സരമായിരുന്നു. ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് അദ്ദേഹം കടന്നിറങ്ങി കളിച്ചു. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടു കൂടി 64 പോയിന്റുമായി ടേബിൾ ടോപ്പറായിട്ട് ലിവർപൂൾ തുടരുന്നു. 4ാം സ്ഥാനത്താണ് പെപ്പിൻ്റെ സിറ്റി ഉള്ളത്, 44 പോയിന്റ്. സിറ്റിക്ക് 44, 64 പോയിന്റുമായിട്ട് ലിവർപൂളും ലീഗിൽ. ഏതായാലും കഴിഞ്ഞ മാസങ്ങളോളമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കൊരു മാറ്റവും ഇല്ല എന്നുള്ളത്. ഇടയ്ക്കൊക്കെ കുറച്ചായിട്ട് ഏതൊക്കെ മത്സരങ്ങൾ വിജയിക്കുന്നു. എൻ്റെ മുന്നേ കുറച്ച് ഇതിലും പരിതാപകരമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് തോൽക്കുക, ഒരു മത്സരവും ഇല്ലാതെ തോൽക്കുക. പെപ്പ് ഗാർഡിയോള കളത്തിന് പുറത്ത് നിന്നാണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുറിവേൽപ്പിക്കുക, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക, ഒന്നും ചെയ്തിട്ടൊന്നും നടക്കണില്ല. എന്താണ് സംഭവം? സിറ്റി പെപ്പിനെന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചു? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തിട്ടും ടീമിനൊരു ഗുണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഏതായാലും തിരിച്ചു വരും പെപ്പ്. ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരാളാണ്. നമുക്ക് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരു പരിശീലകനാണ്. നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം തിരിച്ചെത്തുമെന്ന് അല്ലേ. ഏതായാലും മുഹമ്മദ് സല ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് മുന്നിൽ നിന്ന് നയിച്ചു. 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് ടോട്ടൽ മുഹമ്മദ് സല ഈ ഒരു സീസണിൽ. 30 ഗോളുകളും 20 അസിസ്റ്റുകളുമായിട്ട് മുഹമ്മദ് സല അടുത്ത ബാലൻ ഡിയോറിൻ്റെ തേരോട്ടത്തിൽ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. കാത്തിരിക്കാം ഈ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ തിരിച്ചു വരവിനും അല്ലേ.